ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. നമ്മുടെ നാട്ടിൽ അധികം സുലഭമല്ലാത്ത ഒന്നാണ് ചതുരപ്പയർ. അപ്പോൾ ഇതെൻ്റെ അയൽവാസി താത്താൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് താത്ത 2 പ്രാവശ്യമായിട്ട് പറിച്ച് കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതി. അതേ നല്ലതുപോലെ പന്തലായി വള്ളിയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ താത്താൻ്റെ ഒരു ബന്ധുക്കളുണ്ട് വയനാട്ടിൽ. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് വിത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ്, നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ലതുപോലെ പന്തലിട്ട് കൊടുത്താൽ മതി, നല്ല വെയിലും വേണം. അതുപോലെ വെണ്ണീരും വളപ്പൊടി മാത്രമാണ് അവരിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഒരു പുഴുക്കുത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ, കായ പൂവൊക്കെ ഇട്ട് വരുന്നുള്ളൂ. അപ്പോൾ എനിക്കിതേ താത്ത രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടു തന്ന ഇത്രയുണ്ട്. അപ്പം അധികം മൂക്കുന്നതിന് മുന്നേ തന്നെ പറിക്കണം, അല്ലെങ്കിൽ ആര് വെച്ച് പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇതിനൊന്നും കളയാനൊന്നുമില്ല, കായ കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മളിത് എല്ലാം കൂടെ അങ്ങ് കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി കൊടുത്തിട്ട് അങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്താൽ മതി. തോരൻ വെച്ചിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായത്. രണ്ടാമത്തെ പ്രാവശ്യം തോരൻ തന്നെയാണ് വെക്കുന്നത്. ആദ്യം കിട്ടിയപ്പോഴും തോരൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ വെക്കുന്ന രീതി കാണിക്കാം. താത്താക്കും ഞാൻ ഉണ്ടാക്കി കൊണ്ടുകൊടുത്തപ്പോൾ താത്താക്കും ഇഷ്ടപ്പെട്ടു. താത്ത ഉണ്ടാക്കിയപ്പോൾ രസമല്ല, ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിത് തോരൻ വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അരിഞ്ഞ് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളിത് പയർ അരിഞ്ഞത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കണം കേട്ടോ. ഒരു ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ അധികം അങ്ങോട്ട് പിന്നെ താളിപ്പോവേണ്ട, നല്ലതുപോലെ വെന്ത് ഇങ്ങോട്ട് ഉടയുന്ന രൂപത്തിൽ വേവാനും പാടില്ല. ആ ഒരു ചെറിയൊരു കടി രൂപത്തിലാവണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം തുറക്കാനായപ്പോക്കും തന്നെ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് വേണം. പിന്നെ തേങ്ങ, ചെറിയുള്ളി ഒരു 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് പച്ചമുളകും. ഇതൊന്നും മെല്ലെ മിക്സിൻ്റെ ജാറിലിട്ട് ഒതുക്കി കൊടുക്കാം. എനിക്കിതിങ്ങനെ ആദ്യം കഴിച്ചപ്പോൾ ചെറിയൊരു ചവർപ്പുണ്ടോ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ നമ്മളിങ്ങനെ തേങ്ങ ലാസ്റ്റ് അവസാനം ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനും തോന്നിപ്പോവും. അപ്പോൾ പയറുതേ പാകത്തിന് വേവായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണേ. നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നല്ലതുപോലെ അമർത്തി വെച്ചിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഈ ആവിയിൽ മാത്രം ഈ തേങ്ങ വെന്താൽ മതി. അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ചോറിലൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചതുരപ്പയർ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിലോ കഞ്ഞിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.